ഹായ് വെൽക്കം ഓൾ ഓഫ് യു. മുന്നത്തെ വീഡിയോയിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്താണ് റീഡിങ്ങിൻ്റെ പർപ്പസ് എന്തെന്നൊക്കെയായിരുന്നു ആ ചാപ്റ്ററിൽ ഉണ്ടായിരുന്നത്. ഈ ചാപ്റ്റർ റീഡിങ് ഏതൊക്കെ കാറ്റഗറിയിലുണ്ട്, എത്ര ടൈപ്പ് റീഡിംഗ് ഉണ്ട് എന്നൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ടുഡേ വി ആർ മൂവിങ് ഓൺ ടു ദ സെക്കൻഡ് യൂണിറ്റ്, ടൈപ്സ് ഓഫ് റീഡിംഗ്, methods and techniques involved in reading. There are two broad categories of reading: active and passive reading. Reading is not just about seeing words on a page. It involves understanding, interpreting, and mentally processing the information. Different materials require different reading strategies. For instance, reading a novel for pleasure differs from reading a newspaper for information. റീഡിംഗ് എന്ന് പറയുന്നത് വളരെ സജീവമായിട്ടുള്ളൊരു മാനസിക പ്രക്രിയയാണ്. പത്രങ്ങൾ, നോവലുകൾ, ലേഖനങ്ങൾ, പരസ്യങ്ങൾ, ഇങ്ങനെ പല പല കാര്യങ്ങളും നമ്മൾ വായിക്കാറുണ്ട്. ഓരോ വായനയും അതിൻ്റെ ഉള്ളടക്കം വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ റീഡ് ചെയ്യുന്ന ആളുടെ ഉദ്ദേശങ്ങളും വ്യത്യസ്തമായിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റീഡിങ്ങിൻ്റെ രീതിയും സ്വഭാവവും ഒക്കെ മാറുന്നത്. റീഡിംഗ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വളരെ ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു ചിന്താ പ്രക്രിയയാണ്. വെറുതെ കണ്ണു തുറന്ന് വായിക്കുക മാത്രമല്ല, മനസ്സും ഉണർവും ശ്രദ്ധയും ഒക്കെ ആവശ്യമുള്ള ഒരു പ്രോസസ്സാണ് റീഡിംഗ് എന്ന് പറയുന്നത്. അതിനാൽ തന്നെ റീഡിംഗ് എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. ഒന്ന് ആക്റ്റീവ് റീഡിങ്ങും പാസീവ് റീഡിങ്ങും. വാട്ട് ഈസ് ആക്റ്റീവ് റീഡിംഗ്? ആക്റ്റീവ് റീഡിംഗ് ഈസ് വെൻ ദ റീഡർ റീഡ്സ് വിത്ത് ഫുൾ അറ്റൻഷൻ. ആക്റ്റീവ് റീഡിംഗ് എന്ന് പറയുമ്പോൾ വായിക്കുന്ന ആൾക്ക് ഫുൾ അറ്റൻഷൻ ഉണ്ടായിരിക്കും, അയാളുടെ ഫുൾ ശ്രദ്ധയുണ്ടാവും. തിങ്സ് ക്രിട്ടിക്കലി, വിമർശനാത്മകമായിട്ട് ചിന്തിക്കും. ആസ്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആൻഡ് ട്രൈസ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് റിമെമ്പർ ദ കണ്ടൻറ്റ്. അത് ആ കണ്ടൻറ്റ് ഓർമ്മിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കും. എന്നാൽ പാസീവ് റീഡിങ് എന്ന് പറയുന്നത് വെൻ ദ റീഡർ റീഡ്സ് വിത്തൗട്ട് മച്ച് ഫോക്കസ് ഓർ തിങ്കിങ്. ആ വായിക്കുന്ന കാര്യത്തിൽ ഫോക്കസ് ആയിരിക്കില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാനും പോകുന്നില്ല. വലിയ ആകുലതയൊന്നുമില്ലാതെ വാക്കുകൾക്ക് മേലെ ഒരു കാഴ്ച പോകുന്ന പോലെ രീതിയിൽ നടത്തുന്ന ഒരു വായനയാണ് പാസീവ് റീഡിംഗ് അഥവാ നിഷ്ക്രിയമായിട്ടുള്ള വായന. ആക്റ്റീവ് റീഡിങ്ങിൻ്റെ പോയിന്റ്സ് പറയുകയാണെങ്കിൽ, ഫോക്കസ്ഡ് ആൻഡ് മൈൻഡ്ഫുൾ റീഡിംഗ് ഇൻവോൾവ്സ് ക്വസ്റ്റ്യനിങ് ആൻഡ് തിങ്കിങ്, aims to understand, analyze and remember, engage with the text actively. The second one, passive reading, unfocused or inattentive reading. No questioning or critical thinking, just reads the words without understanding deeply. Minimal engagement with the text. ഇതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. Then in this unit we are going to discuss about the various types of reading. വായനയുടെ വ്യത്യസ്തമായ ടൈപ്പുകളെ കുറിച്ചാണ് പറയുന്നത്. And the first one is skimming. Skimming is a method of reading quickly, usually used to grasp the main ideas of the content. It is useful when a detailed reading is not necessary or when you need to understand whether the material is relevant to your needs. സ്കിമ്മിങ് എന്ന് പറയുന്നത് വേഗത്തിൽ വായിക്കുന്ന ഒരു രീതിയാണ്. സാധാരണയായിട്ട് ഇതിൻ്റെ ഉള്ളടക്കം, അതിൻ്റെ പ്രധാന ആശയങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. വിശദമായിട്ടൊരു വായന ആവശ്യമില്ലാത്ത സമയത്ത് ഇങ്ങനെയാണ് വായിക്കുക. അല്ലെങ്കിൽ വിവരത്തിൻ്റെ പ്രസക്തി മാത്രം അറിയേണ്ടപ്പോഴാണ് സ്കിമ്മിങ് ഉപയോഗിക്കുന്നത്, പെട്ടെന്ന് വായിച്ചു പോകാൻ. When skimming, you focus on main titles, subheadings, the first and last sentence of a paragraph, and important keywords. നമ്മൾ സ്കിം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ 4 പ്രധാന തലക്കെട്ടുകളൊക്കെ നോക്കി വെക്കണം, അതിൻ്റെ സബ് ഹെഡിങ് നോക്കി വെക്കണം, ഓരോ പാരഗ്രാഫിൻ്റെ ആദ്യം അവസാനം വരുന്ന സെൻറ്റൻസുകൾ നോക്കണം, പ്രധാനപ്പെട്ട കീവേഡുകൾ എന്നിവയുണ്ടെങ്കിൽ അതിലൊക്കെ ഒന്ന് ശ്രദ്ധ വെക്കണം. ഇനി ഇങ്ങനെ സ്കിം ചെയ്ത് റീഡ് ചെയ്യുന്നതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. എപ്പോഴൊക്കെയാണ് ഇത് സഹായകമാകുന്നത്? സ്കിമ്മിങ് ഈസ് ഹെൽപ്ഫുൾ വെൻ യു ആർ റീഡിംഗ് ന്യൂസ് പേപ്പേഴ്സ് ഓർ മാഗസിൻസ് ആൻഡ് ഓൺലി നീഡ് ദ മെയിൻ പോയിന്റ്സ്.
മാഗസിനോ ന്യൂസ് പേപ്പറോ വായിക്കുമ്പോൾ അതിൻ്റെ മെയിൻ പോയിന്റ് മാത്രം നോക്കേണ്ടി വരുന്ന ഒരു സന്ദർഭത്തിൽ. സെക്കൻഡ് വൺ, യു വാണ്ട് ടു ഇവാലുവേറ്റ് വെദർ എ ബുക്ക് നീഡ്സ് ടു ബി റീഡ് ഇൻ ഡീറ്റെയിൽ. ഒരു ബുക്ക് കിട്ടുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് വായിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ടും സ്കിം ചെയ്യാം. വേണ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം നോക്കി പോകാം. മൂന്നാമത്തത്, യു നീഡ് ടു ഫൈൻഡ് സ്പെസിഫിക് ഇൻഫോർമേഷൻ ക്വിക്ക്ലി. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടിയിട്ടും സ്കിമ്മിങ് യൂസ് ചെയ്യാറുണ്ട്. യു ആർ റീഡിങ് സ്റ്റോറി ബുക്സ് ബട്ട് ഡോണ്ട് ഹാവ് ടൈം ടു ഗോ ത്രൂ എവറി ഡീറ്റെയിൽസ് ഇൻ ആൻഡ് ജസ്റ്റ് വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ ഓവറോൾ ഫ്ലോ. ഒരു സ്റ്റോറി ബുക്ക് വായിക്കുമ്പോൾ അതിൻ്റെ മൊത്തം കഥ ഒരൊറ്റ നോട്ടത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടും സ്കിമ്മിങ് ചെയ്ത് വായിക്കാറുണ്ട്. മൊത്തം വായിക്കേണ്ടി വരാറില്ല. Skimming helps reduce reading time and improves productivity. It is not meant for deep understanding but useful for getting a general overview. സ്കിമ്മിങ് ചെയ്യുന്നത് വായനയുടെ ടൈം കുറയ്ക്കാനും സമയം നമുക്ക് വർദ്ധിച്ചു കിട്ടും. അടുത്ത ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കൂടുതൽ സമയം ലഭിക്കുന്നു. ഇത് ഒരാഴത്തിലുള്ള പഠനത്തിനല്ല, ഒരു പൊതുവായിട്ടുള്ള ഒരു അവലോകനം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് സ്കിമ്മിങ് റീഡിങ് ചെയ്യുന്നത്. ഇവിടെ ടെക്സ്റ്റിൽ സ്കിമ്മിങ് റീഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഐഡിയാസ് കൊടുത്തിട്ടുണ്ട്. റീഡ് ദ ടൈറ്റിൽ പേജ് ആൻഡ് ദ പ്രിഫേസ് ഓഫ് ദ ബുക്ക്. അതിലൊന്നാമത്തെ പോയിൻ്റാണ്, സ്റ്റാർട്ട് ബൈ റീഡിങ് ദ ടൈറ്റിൽ പേജ് ആൻഡ് ദ പ്രിഫേസ് ഓഫ് ദ ബുക്ക്. ദിസ് വിൽ ഹെൽപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ ഓതേഴ്സ് പർപ്പസ് ആൻഡ് ദ മെയിൻ തീം ഓഫ് ദി ബുക്ക്. ആദ്യം പുസ്തകത്തിൻ്റെ ഹെഡിങ്, അതിൻ്റെ പ്രിഫേസ്, ആമുഖം ഒക്കെ വായിക്കുക. ഇതിലൂടെ പുസ്തകത്തിൻ്റെ പ്രധാന വിഷയവും എഴുത്തുകാരൻ എന്താണ് ഇതിൽ ലക്ഷ്യമാക്കിയിട്ടുള്ളതെന്നും മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്, ഗോ ത്രൂ ദ ടേബിൾ ഓഫ് കണ്ടന്റ് ടു അവെയിൽ എ ജനറൽ ഐഡിയ ഓഫ് ദ ബുക്സ് കണ്ടന്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ്, റീഡിംഗ് ദ ഇൻഡെക്സ് പേജ് വിൽ ഗീവ് യു an outline of the themes addressed, the types of books and writers referenced, and get a broad sense of the structure of the book. അപ്പോൾ രണ്ടാമത്തത്, go through the table of content to get a general idea of the topic covered and how the book is organized. ഉള്ളടക്ക പട്ടിക, ടേബിൾ ഓഫ് കണ്ടന്റ്, അതിലെ കണ്ടന്റ് എന്താണെന്ന് നോക്കിയിട്ട് ആ പുസ്തകത്തിൽ എന്തെല്ലാം വിഷയങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്, അതെങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നതിൻ്റെ പൊതുവായിട്ടുള്ളൊരു ധാരണ ലഭിക്കും. മൂന്നാമത് വരുന്നത്, റീഡിംഗ് ദ ഇൻഡെക്സ് പേജ് ക്യാൻ ഗീവ് യു എ clearer picture of the important themes, the kinds of books or authors mentioned, and the overall structure of the book. ഇൻഡെക്സ് പേജ് വായിക്കുന്നത് മുഖ്യ വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന്, എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള എഴുത്തുകാർ, ഗ്രന്ഥങ്ങൾ, ആരെക്കുറിച്ചാണ്, എന്തിനെക്കുറിച്ചാണ് പറയുന്നത്, പുസ്തകത്തിൻ്റെ ഘടന, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ചുള്ള അവലോകനം ലഭിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ആൻഡ് ഈ ലാസ്റ്റ് വൺ, after forming a basic understanding, look at the important chapters that are central to the book's argument. Focus on the introductory and concluding sections of those chapters. If they include summary statements, read them carefully to grasp the core ideas. ഇതുവരെ നേടിയിട്ടുള്ള ഒരു പൊതുവായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പുസ്തകത്തിൻ്റെ പ്രധാന അധ്യായങ്ങളൊക്കെ ശ്രദ്ധയോടെ നോക്കുക. ആ അധ്യായങ്ങളിൽ ആമുഖം അല്ലെങ്കിൽ അതിൻ്റെ അവസാന ഭാഗമുള്ള വിവരങ്ങൾ, സമ്മറി എന്തൊക്കെയാണെന്ന് ഉണ്ടായിരിക്കും, അതൊക്കെ ശ്രദ്ധയോടെ വായിക്കുക. അതിലൂടെ അതിൻ്റെ ഒരു മുഖ്യ ആശയം എന്താണെന്ന് മനസ്സിലാക്കുക. ഇതൊക്കെയാണ് സ്കിം റീഡിങ്ങിനെ കുറിച്ച്, അതിൻ്റെ ഐഡിയാസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന 4 കാര്യങ്ങൾ. ടൈപ്സ് ഓഫ് റീഡിങ്ങിലെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സ്കാനിങ് ആണ്. അതിനു മുന്നേ സ്കിമ്മിങ്ങിൽ എന്ന ഈ പോർഷനിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും നോക്കാം. വാട്ട് ഈസ് ആക്റ്റീവ് റീഡിങ്? ഒന്നാമത് വരുന്ന ക്വസ്റ്റ്യനാണ്. ആക്റ്റീവ് റീഡിങ് ഈസ് റീഡിങ് വിത്ത് ഫുൾ അറ്റൻഷൻ, തിങ്കിങ് ക്രിട്ടിക്കലി ആൻഡ് ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് റിമെമ്പർ ദ കണ്ടന്റ്. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഫുൾ ശ്രദ്ധ ആവശ്യമാണ്,
ക്രിട്ടിക്കലി തിങ്ക് ചെയ്യണം, അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, റിമെമ്പർ ചെയ്യണം. ഇനി വാട്ട് ഈസ് പാസീവ് റീഡിംഗ്? പാസീവ് റീഡിംഗ് ഈസ് reading without focus or engagement, just going through the words without a deep understanding. അധികം ശ്രദ്ധയൊന്നും ആവശ്യമില്ല, ഫോക്കസ് വേണ്ട, വെറുതെയുള്ള ഡീപ്പായിട്ട് അല്ലാത്ത ഒരു വായനയാണ് പാസീവ് റീഡിംഗ് എന്ന് പറയുന്നത്. തേർഡ് വൺ, വാട്ട് ഈസ് സ്കിമ്മിങ്? Skimming is quickly reading a text to get a general idea of its content, often by skipping details. ചില ഡീറ്റെയിൽസൊക്കെ സ്കിപ്പ് ചെയ്ത് ജനറൽ ആയിട്ടുള്ള പൊതുവായിട്ടുള്ള ഒരു ഐഡിയ ആ കണ്ടന്റിൽ നിന്നും വളരെ വേഗത്തിൽ വായിച്ച് നേടിയെടുക്കുന്നതിനാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചോദ്യമാണ് അടുത്തത്. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് സ്കിമ്മിങ് എ ബുക്ക്? ഒരു ബുക്ക് സ്കിമ്മിങ് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്? സേവ്സ് ടൈം, സമയം സേവ് ചെയ്യാം. ഹെൽപ്സ് ഡിസൈഡ് ഇഫ് ദ ബുക്ക് ഈസ് വർത്ത് ഡീപ്പർ റീഡിങ്, ഇത് ആഴത്തിലുള്ള ഒരു വായനയ്ക്ക് മൂല്യമുള്ളതാണോ എന്നതിന് തീരുമാനിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഗീവ്സ് എ ക്വിക്ക് ഓവർവ്യൂ ഓഫ് കണ്ടന്റ് ആൻഡ് സ്ട്രക്ചർ, ഈ ഒരു ബുക്കിൻ്റെ ഉള്ളടക്കവും അതിൻ്റെ ഘടനയും കുറിച്ചുള്ള ഒരു ഓവർവ്യൂ പെട്ടെന്ന് തന്നെ കിട്ടുന്നു. അതുപോലെ ടെക്സ്റ്റിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് സം ഐഡിയാസ് ടു കണ്ടക്ട് എ സ്കിം റീഡിംഗ് ഓഫ് എ ബുക്ക്. സ്കിം റീഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുക്ക് സ്കിം റീഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐഡിയാസുകളാണ്. ഒരു 4 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. റീഡ് ദ ടൈറ്റിൽ ആൻഡ് പ്രിഫേസ്, ടൈറ്റിൽ വായിക്കുക, ആമുഖം വായിക്കുക. ചെക്ക് ദ ടേബിൾ ഓഫ് കണ്ടന്റ്, ടേബിൾ ഓഫ് കണ്ടന്റ് ചെക്ക് ചെയ്യുക. ലുക്ക് ത്രൂ ദ ഇൻഡെക്സ് പേജ്, അതുപോലെ ഇൻഡെക്സ് പേജ് നോക്കുക, അതിലുണ്ടാവും എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളതെന്ന്. റീഡ് സമ്മറീസ് ഇൻ ഇൻട്രോ ഓർ കൺക്ലൂഡിങ് സെക്ഷൻസ് ഓഫ് കീ ചാപ്റ്റേഴ്സ്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ സമ്മറീസിലും കൺക്ലൂഡിങ്ങിലും ഇൻട്രോയിലും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അതെല്ലാം വായിച്ചാലും ആ ബുക്കിനെ കുറിച്ചുള്ളൊരു ഓവറായിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് റീഡിങ്ങിലെ സെക്കൻഡ് വൺ സ്കാനിങ് ആണ്. Scanning. What is scanning? Scanning is a reading technique used to find a specific information quickly in a text. സ്കാനിങ് എന്ന് പറയുന്നത് ഒരു വായനാ ടെക്നിക്കാണ്, റീഡിംഗ് ടെക്നിക്കാണ്. ഇതിൻ്റെ മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത് ഏതെങ്കിലും വിശേഷമായിട്ടുള്ള വിവരങ്ങൾ വളരെ വേഗത്തിൽ കണ്ടെത്തുക എന്നതാണ്. Instead of reading every word, you let your eyes move rapidly over the text to locate particular data such as names, dates, figures or keywords. You only stop and focus when you think you have found the relevant part. നമ്മൾ സ്കാനിങ് ചെയ്യുമ്പോൾ മുഴുവൻ വാചകം ഒന്നും വായിക്കുന്നില്ല, പകരം കണ്ണുകൾ കൊണ്ട് ഇങ്ങനെ വേഗത്തിൽ ഓരോ വരികളിൽ കൂടി പാരഗ്രാഫിൽ കൂടി ഇങ്ങനെ പെട്ടെന്ന് മൂവ് ചെയ്തിട്ട് വേണ്ട വിവരങ്ങൾ മാത്രം ലഭ്യമായ സ്ഥലങ്ങളിൽ നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു വേർഡിൻ്റെ മീനിങ് അറിയാൻ വേണ്ടിയിട്ട് ഡിക്ഷണറി എടുത്ത് നോക്കുമ്പം എല്ലാ വേർഡ്സുകളൊന്നും നോക്കില്ല, നമുക്ക് ആവശ്യമുള്ള വേർഡ്സിലേക്ക് നമ്മൾ പെട്ടെന്ന് ഇതിനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ ഫോൺ നമ്പർ നോക്കാൻ വേണ്ടി ഒരു ഡയറക്ടറിയിൽ നോക്കുന്നു, ഒരു യൂസർ മാനുവൽ വായിക്കുന്നു. ഇതൊക്കെ സ്കാനിങ്ങിൻ്റെ എക്സാമ്പിൾസ് ആണ്. സ്കാനിങ് ഈസ് യൂസ്ഫുൾ ഇൻ സ്റ്റഡീസ് ആൻഡ് റിസർച്ച്. It often follows skimming, which gives you a general idea of a text. Skimming helps you decide whether the text contains the information you need, while scanning helps you find that specific detail. സ്കാനിങ് സാധാരണയായിട്ട് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടും ഗവേഷണങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. പലപ്പോഴും സ്കാനിങ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ സ്കിമ്മിങ് ചെയ്യുന്നത് നല്ലതാണ്. സ്കിമ്മിങ് വഴി പുസ്തകം യൂസ്ഫുൾ ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് മാത്രം സ്കാനിങ്ങിലൂടെ നമുക്ക് ആവശ്യമായ വിവരങ്ങൾ കണ്ടെത്തിയാൽ മതി. ഇനി സ്കാനിങ് ചെയ്യുമ്പോൾ വെൻ സ്കാനിങ് റീഡ് ഹെഡിങ്സ്, സബ് ഹെഡിങ്സ്, കണ്ടന്റ്, ഇൻഡെക്സ് എക്സെട്ര. സ്കാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ? തലക്കെട്ടുകൾ, അതിൻ്റെ ഹെഡിങ്ങുകൾ, അതിൻ്റെ വിഷയം, നിർദ്ദേശങ്ങൾ, പട്ടികകൾ, ഇതൊക്കെ ശ്രദ്ധിക്കണം. രണ്ടാമത് ലുക്ക് അറ്റ് വിഷ്വൽ എലമെൻറ്റ്സ് ലൈക്ക് ബോൾഡ് ടെക്സ്റ്റ്, ബുള്ളറ്റ് പോയിന്റ്സ് ഓർ ടേബിൾസ്. പകുതി അക്ഷരങ്ങൾ, പട്ടികകൾ, ആൽഫബറ്റുകൾ ക്രമത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ നോക്കി വെക്കണം.
ആദ്യം സ്കിമ്മിങ് ചെയ്ത് അതിൻ്റെ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കി പിന്നീട് സ്കാനിങ് ചെയ്താൽ മതിയാകും. Skim first to understand the structure, then scan to find a specific content. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് സ്കാനിങ്? സ്കാനിങ് ഈസ് റീഡിങ് ക്വിക്ക്ലി ടു ഫൈൻഡ് എ സ്പെസിഫിക് ഇൻഫർമേഷൻ. വളരെ പെട്ടെന്ന് വേണ്ടപ്പെട്ട വിവരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്. യു ഡു നോട്ട് റീഡ് എവറി വേർഡ്, ഓൺലി ദ കീ പാർട്ട്. എല്ലാ വേർഡുകളും വായിക്കേണ്ട ആവശ്യമില്ല, മെയിൻ ആയിട്ടുള്ള പോയിന്റുകൾ മാത്രം. യുവർ ഐസ് മൂവ് റാപ്പിഡ്ലി ആൻഡ് പോസ് ഓൺലി ഓൺ റെലവൻറ്റ് ലൈൻസ് ഓർ സെക്ഷൻ. കണ്ണുകൾ ഇങ്ങനെ ഓടിച്ചോടിച്ച് വായിക്കുന്നു, നമുക്ക് ആവശ്യമുള്ള ഒരു ലൈനിലോ ആ സെക്ഷനിലോ എത്തുമ്പോൾ നമ്മളവിടെ പോസ് ചെയ്യുന്നു. എക്സാമ്പിൾ ഓഫ് സ്കാനിങ് എന്ന് പറയുന്നത് ലുക്കിംഗ് അപ്പ് വേർഡ് ഇൻ എ ഡിക്ഷണറി നോക്കുന്നത്, അതുപോലെ ഫോൺ നമ്പർ ഇൻ എ ഡയറക്ടറി സെർച്ച് ചെയ്യുന്നത്, ഫോൺ നമ്പർ സെർച്ച് ചെയ്യുന്നത്, ഫൈൻഡിങ് ഇൻസ്ട്രക്ഷൻ ഇൻ എ യൂസർ മാനുവൽ, ഇതൊക്കെയാണ്. സ്കാനിങ് വിയ സ്കിമ്മിങ്. സ്കിമ്മിങ് എന്ന് പറയുന്നത് യൂസ്ഡ് ടു ഗെറ്റ് എ ജനറൽ ഐഡിയ ഓഫ് ദ കണ്ടന്റ്. സ്കിമ്മിങ് എന്ന് പറയുന്നത് ഒരു ജനറൽ ആയിട്ടുള്ള കണ്ടന്റിൻ്റെ ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. സ്കാനിങ് എന്ന് പറയുന്നത് യൂസ്ഡ് ടു ലൊക്കേറ്റ് സ്പെസിഫിക് ഡാറ്റ, ഒരു പ്രത്യേക വിവരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ടെക്സ്റ്റിൽ മെത്തേഡ് ഓഫ് സ്കാനിങ് എ ടെക്സ്റ്റ് ഓർ ഡോക്യുമെൻ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. സ്കാനിങ്ങിൻ്റെ മെത്തേഡുകൾ അതിൽ ഒന്നാമത് കൊടുത്തിട്ടുണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഡു യു വാണ്ട് ടു ഫൈൻഡ്. നിങ്ങൾ കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് വ്യക്തമാക്കുക. ഡിസൈഡ് എക്സാക്ട്ലി വാട്ട് യു ആർ സെർച്ചിങ് ഫോർ. ചൂസ് ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് ഓർ ഫ്രേസസ് ആ സെർച്ച് ടേംസ് വൈൽ സ്കാനിങ് ബിഹേവ് ലൈക്ക് എ സെർച്ച് എൻജിൻ. നിങ്ങൾ എന്താണോ കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാക്കുക. അതിന് അനുയോജ്യമായിട്ടുള്ള വാക്കുകളും വാക്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കുക. സ്കാനിങ് സമയത്ത് ഒരു തിരയൽ എൻജിൻ പോലെ പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. രണ്ടാമത് വരുന്നത് സെർച്ച് വൺ കീവേഡ് അറ്റ് എ ടൈം. Focus on one keyword per scan. If there are multiple keywords, repeat the scanning process for each one separately. ഓരോ സ്കാനിങ്ങിലെയും ഒരു കീവേഡ് മാത്രം തിരയുക. ഒന്നിലധികം കീവേഡുകൾ കണ്ടെത്തേണ്ടി വരികയാണെങ്കിൽ ഓരോന്നിലും വേറെ വേറെ ആയിട്ടുള്ള സ്കാനിങ് നടത്തുക. മൂന്നാമത് സ്കാൻ ക്വിക്ക്ലി വിത്ത് യുവർ ഐസ്. ലെറ്റ് യുവർ ഐസ് മൂവ് സ്വിഫ്റ്റ്ലി അക്രോസ് ദ ടെക്സ്റ്റ് അണ്ടിൽ യു ഫൈൻഡ് ദ റിക്വയർഡ് വേർഡ് ഓർ ഫ്രേസ്. നിങ്ങളുടെ കണ്ണുകൾ വളരെ വേഗത്തിൽ ഇങ്ങനെ എഴുത്തിൽ കൂടിയും വരികളിൽ കൂടിയൊക്കെ പെട്ടെന്ന് സഞ്ചരിക്കുമ്പോൾ അന്വേഷിക്കുന്ന വാക്ക് അല്ലെങ്കിൽ ആ വാക്യം കാണുന്നത് വരെ അങ്ങനെ പെട്ടെന്ന് കണ്ണുകൾ ഓടിക്കുക. അത് ഫോർത്ത് വൺ ആൻഡ് ദി ലാസ്റ്റ് വൺ. എക്സാമിൻ ദ സറൗണ്ടിങ് ടെക്സ്റ്റ്. Once you find the keyword, closely read the text around it to understand the full context. നിങ്ങൾ തിരഞ്ഞെടുത്ത വാക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ അതിനടുത്തുള്ള എഴുത്ത് വളരെ ശ്രദ്ധയോടെ തന്നെ വായിക്കുക. അതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെ വായിക്കുക. ഇനി ഈ ഒരു ഭാഗത്തിൽ വരുന്ന 2 ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്കിമ്മിങ് ആൻഡ് സ്കാനിങ്. സ്കിമ്മിങ്ങും സ്കാനിങ്ങും തമ്മിലുള്ള വ്യത്യാസത്തിനെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇത് വളരെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ സ്കിമ്മിങ് മീൻസ് റീഡിങ് ഫസ്റ്റ് ടു ഗെറ്റ് ദ മെയിൻ ഐഡിയ. വളരെ പെട്ടെന്ന് മെയിൻ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് വായിക്കുന്നതാണ് സ്കിമ്മിങ്. സ്കാനിങ് മീൻസ് റീഡിങ് ഫസ്റ്റ് ടു ഫൈൻഡ് എ സ്പെസിഫിക് ഫാക്ട് ഓർ വേർഡ്. ഒരു പ്രത്യേക ഇൻഫർമേഷന് വേണ്ടിയിട്ട്, ഒരു പ്രത്യേക ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ട് വായിക്കുന്ന രീതിയാണ് സ്കാനിങ്. സ്കിമ്മിങ് ലുക്സ് അറ്റ് ദ ഓവറോൾ കണ്ടൻറ്റ്, സ്കാനിങ് ലുക്സ് ഫോർ ഡീറ്റെയിൽസ്. സ്കിമ്മിങ് എന്ന് പറയുന്നത് ഓവറോൾ ആ കണ്ടൻറ്റിൻ്റെ ഓവറോൾ ആയിട്ടുള്ളൊരു ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആ ബുക്ക് എന്താണെന്ന് ഒരു ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ് വരാൻ വേണ്ടിയിട്ടാണ്. സ്കാനിങ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്നത് എന്താണോ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളൊരു റീഡിംഗ് ആണ്. അതിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. റൈറ്റ് ഇൻ ഡീറ്റെയിൽസ് അബൌട്ട് ദ മെത്തേഡ് ഓഫ് സ്കാനിങ് എ ടെക്സ്റ്റ്. ഒരു എഴുത്ത് സ്കാൻ ചെയ്യുന്നതിൻ്റെ രീതികളാണ്. അതിൽ ഫസ്റ്റ് പോയിന്റ് നോ വാട്ട് യു വാണ്ട് ടു ഫൈൻഡ്. എന്താണ് നിങ്ങൾ കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് മുൻകൂട്ടിയിട്ട് മനസ്സിലാക്കുക. രണ്ടാമത് പിക്ക് ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് ഓർ ഫ്രേസസ്. പ്രധാനപ്പെട്ട വാക്കുകൾ അല്ലെങ്കിൽ വാക്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കണം.
മൂന്നാമത് ക്വിക്കലി മൂവ് യുവർ ഐസ് ഓവർ ദ ടെക്സ്റ്റ്. നമ്മൾ കണ്ണുകൾ വേഗത്തിൽ എഴുത്തിലൂടെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. നാലാമത് സ്റ്റോപ്പ് വെൻ യു സീ ദ വേർഡ് ഓർ പ്രൈസ് യു വാണ്ട്. നമുക്ക് ആവശ്യമുള്ള ആ വാക്യത്തിലോ വേർഡിലോ സെൻറ്റൻസിലോ എത്തുമ്പോൾ, ആവശ്യമായിട്ടുള്ള അവിടെ എത്തുമ്പോൾ നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യാം. അഞ്ചാമത് റീഡ് നിയർ ബൈ വേർഡ്സ് ടു അണ്ടർസ്റ്റാൻഡ് ബെറ്റർ. നമ്മൾ നിർത്തിയ ആ ഭാഗത്ത് ശ്രദ്ധയോടെ വായിക്കണം. റിപ്പീറ്റ് ഇഫ് യു നീഡ് ടു ഫൈൻഡ് മോർ വേർഡ്സ്. ഇനി കൂടുതൽ വാക്കുകൾ കണ്ടെത്തണം എന്നുള്ളത് ആവശ്യമാണെങ്കിൽ ഈ പ്രക്രിയ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക.